ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുക്കുടുംബത്തെ നയിച്ചവനെ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനെ, അനുസരണത്തിൻ നിദാനമേ എളിമതൻ വിളനിലമായവനെ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണ്ണമായി പാലിച്ച പുണ്യവാനേ, തിരുസഭാമാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം മനസ്സുകൊണ്ടൊന്നു തൊട്ടോട്ടെ, ഹൃദയം കൊണ്ടൊന്നു സ്നേഹിച്ചോട്ടെ. മനസ്സുകൊണ്ടൊന്നു തൊട്ടോട്ടെ, ഹൃദയം കൊണ്ടൊന്നു സ്നേഹിച്ചോട്ടെ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ യേശുവേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ യേശുവേ. ദൈവമായിരുന്നിട്ടും മഹിമയെല്ലാം കൈവെടിഞ്ഞ മനുജരൂപം കൈക്കൊണ്ട ദൈവസ്നേഹമേ, ദൈവമായിരുന്നിട്ടും മഹിമയെല്ലാം കൈവെടിഞ്ഞ മനുജരൂപം കൈക്കൊണ്ട ദൈവസ്നേഹമേ, പാപിയായ മർത്യന് നേർക്കുനേരെ കാണുവാൻ ദിവ്യകാരുണ്യമായ പൊന്നു സ്നേഹമേ, പാപിയായ മർത്യന് നേർക്കുനേരെ കാണുവാൻ ദിവ്യകാരുണ്യമായ പൊന്നു സ്നേഹമേ, മനസ്സുകൊണ്ടൊന്നു തൊട്ടോട്ടെ, ഹൃദയം കൊണ്ടൊന്നു സ്നേഹിച്ചോട്ടെ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ യേശുവേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ ബഹുമാനിക്കുന്നവരെ ഞാനും ബഹുമാനിക്കും. ഓ സർവശക്തനെ, നിന്നെ ആരാധിക്കാനും ബഹുമാനിക്കാനുമായി നിന്റെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങളെല്ലാവരും നിന്റെ മുമ്പിലായിരിക്കുന്നു.
ഈ ദിവസം വളരെ പ്രത്യേകമായി മുഴുവൻ ദമ്പതിമാരെയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കണം. സ്നേഹമില്ലാത്ത ദാമ്പത്യ ബന്ധം, മരവിച്ച രണ്ട് ജീവിതങ്ങൾ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നതിന് സമാനമല്ലേ? ആകാശമോക്ഷത്തിന് സമാനമായി ജീവിക്കാൻ വിളിക്കപ്പെട്ട കുടുംബങ്ങൾ, ഓ ദൈവമേ, പലവിധ കാരണങ്ങൾ കൊണ്ട്, തെറ്റിദ്ധാരണകൾ കൊണ്ട്, സംശയങ്ങൾ കൊണ്ട്, പരസ്പരം സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥകൾ കൊണ്ട് ഏറെ വിഷമിച്ചും കലഹിച്ചും കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും സ്നേഹത്തോടെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ തരുന്നു. ഈ ആരാധനയുടെ സമയം, ഈ പ്രാർത്ഥനയുടെ സമയം സ്വർഗം ചായിച്ച് ഭൂമിയിലുള്ള മുഴുവൻ ദമ്പതിമാരെയും, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന മുഴുവൻ പേരെയും ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ. സ്നേഹമില്ലാത്ത ഭവനങ്ങളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞുകൊണ്ട് അവരെല്ലാവരെയും നിറയ്ക്കണമേ. സ്നേഹമോ ധാരണയോ ഇല്ലാതെ ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് അങ്ങയുടെ സ്നേഹവും കരുതലും അവിടുന്ന് കൊടുക്കണമേ. ചെറിയ കാര്യങ്ങളെ പറ്റി പോലും പറഞ്ഞ് തെറ്റിദ്ധാരണയിലും സംശയത്തിലും കലഹത്തിലും കഴിയുന്ന കുടുംബ ബന്ധങ്ങളെ, ദമ്പതിമാരെ, ഓ കർത്താവേ, ഏറ്റവും വിശുദ്ധമായ കുടുംബജീവിതം നയിച്ച അമ്മ മറിയത്തിൻ്റെയും മാർ യൗസേപ്പിൻ്റെയും മധ്യസ്ഥത്തോട് ചേർത്ത് ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബഹുമാനിക്കുന്നു അങ്ങയെ, ഞങ്ങൾ ആദരിക്കുന്നു. എല്ലാ കുടുംബസ്ഥരോടും ചേർന്ന് ഈ അനുഗ്രഹീതമായ സമയം ഞങ്ങൾ ആദരിക്കുന്നു അങ്ങയെ, ബഹുമാനിക്കുന്നു അങ്ങയെ. സ്നേഹത്തോടെ സഹോദരങ്ങളെ, കർത്താവിനെ നമുക്ക് ആദരിക്കാം, കർത്താവിനെ നമ്മൾക്ക് ബഹുമാനിക്കാം. ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ ഇതാ നമ്മുടെ ഭവനം അനുഗ്രഹീതമാകുന്നു. സംശയങ്ങളുടെ, തെറ്റിദ്ധാരണകളുടെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും നമ്മളുടെ ഭവനങ്ങളിൽ നിന്ന്, കുടുംബ അന്തരീക്ഷങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവം നമ്മളുടെ ഭവനങ്ങളെ തിരുഭവനങ്ങളാക്കി മാറ്റുന്നു. സ്നേഹത്തോടെ ഈശോയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൊടുത്ത് കർത്താവിനെ ബഹുമാനിച്ച് ആദരിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ ബഹുമാനിച്ച് ആദരിച്ച് മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ ദൈവമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ. ഡിവോഴ്സിന്റെ വക്കിലെത്തിയിരിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ ദൈവമേ. കർത്താവെ, തകർന്ന കുടുംബ ബന്ധങ്ങളെ അവിടുന്ന് കൂട്ടി ഇണക്കണമേ ദൈവമേ. അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്തിന്റെ കരമയക്കണമേ. സ്നേഹമില്ലാത്ത ഭവനങ്ങളിൽ സ്നേഹം ധാരധാരയായി ഒഴുകട്ടെ. ഈ മണിക്കൂറിൽ സ്നേഹം ധാരധാരയായി ഒഴുകട്ടെ. ദിവ്യകാരുണ്യ യേശുവിൽ നിന്ന് അതുല്യമായ സ്നേഹം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, അവൻ നമ്മുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കട്ടെ. കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കട്ടെ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന, ദൈവമേ നന്ദി. കണ്ണുകളെ ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ. ദൈവമേ ആരാധന, ആരാധന. ദൈവമേ നന്ദി. സ്നേഹത്തിൻ ചൈതന്യമേ, ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം സ്നേഹത്താലേ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. എല്ലാ ദമ്പതിമാരും കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും പുതിയപ്പെടേണ്ടതിന് വേണ്ടി, ഒരുപക്ഷേ നാശത്തിൻ്റെ വക്കിൽ, തകർച്ചയുടെ വക്കിൽ, സ്നേഹക്കുറവിൻ്റെ വക്കിൽ കഴിയുന്ന കുടുംബ ബന്ധങ്ങളെല്ലാം അതേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഫലമായ സ്നേഹം കൊണ്ടും ആനന്ദം കൊണ്ടും നമ്മുടെ ഭവനം ജീവിതാന്തസം മുഴുവൻ നിറയപ്പെടേണ്ടതിന് വേണ്ടി സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം കൊണ്ടൊരു ഭവനം നമുക്ക് നിർമ്മിക്കണം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കുക. സ്നേഹത്തിൻ ചൈതന്യമേ,
ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം സ്നേഹത്താലേ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. ഐക്യത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം സ്നേഹത്താലേ ഞങ്ങളെ നവ്യരായി മാറ്റേണമേ. ഓ ഈശോയെ, ലോകത്തിൽ എല്ലായിടങ്ങളിലും മത്സരിച്ചെന്ന വണ്ണം കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്ന ഒരു കാലയളവിലാണ് ഞങ്ങളിന്ന് ജീവിക്കുന്നത് എന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. മറിയവും ജോസഫും സ്നേഹിച്ചതുപോലെ ഈ ഭൂമിയിൽ ഒരു കുടുംബവും ഒരു ദമ്പതിമാരും സ്നേഹിച്ചിട്ടുണ്ടാവുകയില്ല. അവരുടെ സ്നേഹത്തോട് ചേർത്ത് വല്ലാതെ വിഷമിക്കുന്ന, മനസ്സിലാക്കാനും സ്വീകരിക്കാനും അംഗീകരിക്കാനും കഷ്ടപ്പെടുന്ന എല്ലാ കുടുംബസ്ഥരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. സ്നേഹത്തിൽ നിന്ന് ജനിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തിൽ മുന്നേറുക സാധ്യമല്ലല്ലോ. അവർ വളരെ പെട്ടെന്ന് വില കുറഞ്ഞ സ്നേഹങ്ങളുടെ ബന്ധങ്ങളുടെ പിറകെ പോകാനിടയുണ്ടല്ലോ. കർത്താവേ, സ്നേഹം കൊണ്ട് എല്ലാ ദൈവമക്കളെയും നിറയ്ക്കണമേ. വലിയ വീടുകളിൽ താമസിക്കുമ്പോഴും സ്നേഹത്തിൽ കുടിലുകളിൽ വസിക്കുന്ന മനുഷ്യരാണ് പലരും. ഇതാ വലിയ സമ്പത്തിൽ കഴിയുമ്പോഴും സ്നേഹത്തിൽ പലരും ദരിദ്രരാണ് എന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. സ്നേഹത്താൽ നിറയ്ക്കണമേ. സ്നേഹത്താൽ എല്ലാവരെയും ബന്ധിക്കണമേ. സ്നേഹത്തിനെതിരായി ഭവനങ്ങളിലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ഈ അനുഗ്രഹീതമായ മണിക്കൂറിൽ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധമായ പൗരോഹിത്യത്തിലൂടെയും പരിശുദ്ധ സഭ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരം ഉപയോഗിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ കുരിശിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിച്ച് പുറത്താക്കുന്നു. സ്നേഹം ധാരാളമായി കുടുംബങ്ങളിൽ ഒരുമിച്ച് കൂടട്ടെ. സ്നേഹത്തിൻ്റെ നീരുറവയിൽ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹീതരാകട്ടെ. ഒരിക്കൽ കൂടി കുടുംബങ്ങളെ, ബന്ധങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ആരാധിക്കാം. സ്നേഹം എല്ലാം ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ. ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളും സ്നേഹം കൊണ്ട് നിറയപ്പെടട്ടെ. കർത്താവിന്റെ സ്നേഹം കൊണ്ട് കുടുംബങ്ങൾ നിറയപ്പെടട്ടെ. സ്നേഹത്തിനെതിരായി നിൽക്കുന്നത് എല്ലാം അകന്നു പോകട്ടെ. ദുഷ്ടന്റെ എല്ലാ പദ്ധതികളും തകർന്നു പോകട്ടെ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം തിരു കുടുംബങ്ങളാക്കി മാറ്റണമേ. ദൈവമേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. തിരുക്കുടുംബത്തിൻ അഭിഷേകം എൻ ഭവനത്തിൽ നൽകണമേ. തിരുക്കുടുംബത്തിൻ അഭിഷേകം എൻ ഭവനത്തിൽ നൽകണമേ. തിരുക്കുടുംബത്തിൻ അഭിഷേകം എൻ ഭവനത്തിൽ നൽകണമേ. സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പിൻ്റെ മധ്യസ്ഥത്തോട് ചേർന്നുള്ള നമ്മുടെ ഈ പ്രാർത്ഥനയുടെ, ഈ സമർപ്പണ യാത്രയുടെ 5-ാം ദിവസത്തിലാണ് നാം ഇന്നു മുതൽ വരുന്ന 7 ദിവസങ്ങളിലേക്ക് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യൗസേപ്പിൻ്റെ 7 വ്യാകുലങ്ങളും 7 ആനന്ദങ്ങളും എന്ന് പറയുന്ന വിഷയമാണ്. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളും 7 ആനന്ദങ്ങളും എന്ന്. സന്തോഷ സന്താപങ്ങൾ ഇത് യൗസേപ്പിൻ്റെ ജീവിതത്തിലുമുണ്ട്. ഇവ നമ്മൾ ധ്യാനിക്കുന്നു. ഈ ദിവസം 1-ാമത്തെ വ്യാകുലം, 1-ാമത്തെ സന്താപവും സന്തോഷവും നാം ധ്യാനിക്കുകയാണ്. മറിയത്തെ വേർപിരിയാനുള്ള തീരുമാനം. ദൈവവചനം മത്തായിയുടെ സുവിശേഷം
1 19 തിരുവചനം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. സഹോദരങ്ങളെ, ജോസഫ് യാക്കോബിൻ്റെയും റാഹേലിൻ്റെയും പുത്രനാണ്. പൂർവ്വ ജോസഫിൻ്റെ പോലെ തന്നെ അവരുടെയും മാതാപിതാക്കളുടെ പേര് യാക്കോബെന്നും റാഹേലെന്നുമാണ്. പുതിയ നിയമത്തിലെ ജോസഫ്, അവനെക്കുറിച്ച് അവൻ്റെ അമ്മയുടെ എപ്പോഴുമുള്ള ആഗ്രഹമായിരുന്നു അവനൊരു പുരോഹിതനാകണം, ജെറുസലേം ദേവാലയത്തിലൊരു പുരോഹിതനാകണം. പക്ഷേ അതിന് കഴിഞ്ഞില്ല. എന്നാൽ പുരോഹിതന്മാരുടെ പുരോഹിതൻ, നിത്യപുരോഹിതൻ, രാജാക്കന്മാരുടെ രാജാവായ യേശുവിനെ വളർത്തി വലുതാക്കാൻ ദൈവം അവന് വലിയൊരു നിയോഗം കൊടുത്തു. ഇവൻ ചെറുപ്പം മുതലേ തന്നെ ഏറ്റവും വിശുദ്ധിയിൽ ജീവിച്ച് കന്യാവ്രതം അല്ലെങ്കിൽ ബ്രഹ്മചര്യം തൻ്റെ ജീവിതചര്യയാക്കി കൊണ്ടുപോയ ഒരു മകനായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. അപ്പുറത്ത് മറിയം, നമുക്കറിയാം, യോവാക്കിമിൻ്റെയും അന്നയുടെയും മകളാണവൾ. ഏതാണ്ട് 10-11 വയസ്സായപ്പോൾ മുതൽ ജെറുസലേം ദേവാലയത്തിലാണ് വാസം. അങ്ങനെയാണ് വൃദ്ധയായ പ്രവാചികയായ അന്നയുമായി എല്ലാം ബന്ധം വരുന്നത്. ധാരാളം വിശുദ്ധമായ ജീവിതം നയിച്ച് കന്യാവ്രതം പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരാനിരിക്കുന്ന രക്ഷകന് വേണ്ടി ഒരുക്കപ്പെടുന്ന കന്യകമാരോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് ദൈവം പറയുന്നത് ജോസഫുമായി വിവാഹം കഴിക്കുക. ആദ്യം അവർക്ക് സ്വീകരിക്കാൻ വല്ലാതെ വിഷമിച്ചു. എങ്കിലും ദൈവം പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന 2 വ്യക്തികളായതുകൊണ്ട് അവർ വിവാഹത്തിൽ ഏർപ്പെട്ടു. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ ഗർഭിണിയായി കാണപ്പെട്ടു. നമ്മൾ പലപ്പോഴും കരുതുന്നത് മനസ്സമ്മതത്തിനും കല്യാണത്തിനും ഇടയിൽ നടന്നൊരു സംഭവമായിട്ടാണ്. അങ്ങനെയല്ല അത് എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ വിവാഹമേ കഴിഞ്ഞു. ഇനി 1 വർഷത്തിനിടയിൽ ഭർത്താവ് ചെന്ന് ഭാര്യയുടെ വീട്ടിലേക്ക് ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് സ്വഭവനത്തിലേക്ക് പോകേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. ആഘോഷകരമായ ഭക്ഷണം ഒരുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് വരുന്ന ഈ ഒരു വർഷം മുഴുവൻ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് മറിയം ഗർഭിണിയായി കാണപ്പെടുന്നത്. ജോസഫിൽ വല്ലാതെ വിഷമമുണ്ടാക്കി. നമുക്കറിയാം, സ്നേഹം കൂടുമ്പോൾ ധാരാളമായി എല്ലാം പങ്കുവെക്കും. എന്നാൽ സ്നേഹം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ എന്തെങ്കിലും തെറ്റിദ്ധാരണ വരുമ്പോൾ വല്ലാതെ മനസ്സ് മുറിപ്പെടും. അതുകൊണ്ടല്ലേ ദമ്പതിമാർ കൂടുതൽ സ്നേഹിച്ചു പോകുന്ന കുടുംബത്തിലെ ദമ്പതിമാർ അവർക്കിടയിൽ ചില സ്വരച്ചേർച്ചകൾ വരുമ്പോൾ വല്ലാതെ വിഷമിക്കാനുള്ള കാരണം എന്താണ്? അലോസരങ്ങൾ വരുമ്പോൾ വിഷമിക്കാനുള്ള കാരണം എന്താണ്? അവർ അത്ര കണ്ട് സ്നേഹിച്ചിരുന്നു, അത്ര കണ്ട് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കും എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം അവരുടെ ഉള്ളിൽ മുറിവേറ്റു. സ്നേഹം ഇങ്ങനെ മനുഷ്യരെ മുറിവേൽപ്പിക്കാറുണ്ട്. യൗസേപ്പും മറിയവും സ്നേഹിച്ചതുപോലെ ഒരു ഭാര്യയും ഭർത്താവും സ്നേഹിച്ചിട്ടുണ്ടാകില്ല. അപ്പോഴാണ് മറിയം ഗർഭിണിയായി കാണപ്പെടുന്നത്. ജോസഫ് വിഷമിച്ചു. ജോസഫിന് അവളുടെ വിശുദ്ധി സംശയമുണ്ടായിട്ടല്ല, പക്ഷെ അതേസമയം തൻ്റെ കണ്ണുകളെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? ഇതിൻ്റെ ഇടയിലാണ് ജോസഫ് ആകെ വാവിട്ട് കരഞ്ഞു. ചില പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ജോസഫ് മുട്ടുകൾ കുത്തിക്കൊണ്ട് ദൈവത്തിനെ വിളിച്ചു പറഞ്ഞു, അത്യുന്നതനായ ദൈവമേ, ബ്രഹ്മചര്യം ജീവചര്യയായി കൊണ്ടു നടന്നൊരു മകനായിരുന്നു ഞാൻ. എന്നെ വിളിച്ച് ഇവളെ വിവാഹം കഴിക്കാൻ ഏൽപ്പിച്ചു. എന്നിട്ടിതാ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ വാവിട്ട് കരയാൻ തുടങ്ങി. ദൈവമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എങ്കിലും ഞാൻ എല്ലാം സ്വീകരിക്കുന്നു. ജോസഫിന്റെ കരച്ചിൽ കേട്ടിട്ട് മാലാഖമാര് പോലും കാതുകൾ പൊത്തി, മാലാഖമാര് പോലും കണ്ണുകൾ പൊത്തി. കാരണം നിർമ്മലനായ, മഞ്ഞുപോലെ നിർമ്മലനായ ഒരു മനുഷ്യന്റെ നിലവിളിയല്ലേ കേൾക്കുന്നതും കാണുന്നതും. സത്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു? ഇതിനെക്കുറിച്ച് വിശദമായി തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണും. സംശയം തോന്നിയിട്ടല്ല. എങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംശയിക്കാൻ കഴിയും? രണ്ടാമത് മനസ്സിലാക്കാൻ പറ്റാതിരുന്നിട്ടാണോ? അതുമല്ല. കാരണം
കാതുകളിൽ, ജോസഫിന്റെ കാതുകളിൽ ദൈവദൂതന്മാർ താവളമടിച്ചാണ് വസിക്കുന്നത്. അവരോട് നിരന്തരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിടികിട്ടാഞ്ഞിട്ടുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്? ജോസഫിന് മനസ്സിലായി, മറിയത്തിൽ വന്നു പിറന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ രഹസ്യമാണ്, ദിവ്യ രഹസ്യമാണ് വന്ന് പിറന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന മിശിഹ എന്ന് പറയുന്ന രഹസ്യം അവളുടെ ഉള്ളിൽ വന്ന് പിറന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ ഞാൻ യോഗ്യനല്ല, അതിനുള്ള വിശുദ്ധി എനിക്കില്ല. അവൻ അതുകൊണ്ട് രഹസ്യത്തിൽ മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്ന സന്ധ്യയിലാണ് ദൈവദൂതൻ വന്നുകൊണ്ട് പറയുന്നത്. ശങ്കിക്കേണ്ട എന്നല്ല, ഡു നോട്ട് ഫിയർ എന്നാണ്. ഭയപ്പെടേണ്ട ജോസഫ്, നീ ഭയപ്പെടേണ്ട. പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത്, നീ പോയി സ്വീകരിക്കുക. സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങളിൽ സംശയത്തിൻ്റെ വക്കിൽ കഴിയുന്ന ദമ്പതിമാർ യൗസേപ്പിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബങ്ങളെ കരയേറ്റിക്കൊണ്ട് ഈ ദിവസം പ്രാർത്ഥിക്കണം. ഈ ദിവസത്തിലെ ആരാധന, ഈ പ്രാർത്ഥന മുഴുവൻ കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ചും സംശയത്തിൽ, ഡിവോഴ്സിൻ്റെ വക്കിൽ, അതിനുള്ള കേസുകൾ ഫയൽ ചെയ്ത് പലയിടങ്ങളിലായി ജീവിച്ചുകൊണ്ട് കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടി കൂടിയുള്ളതാണ്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ, അകന്ന ബന്ധങ്ങളെ കർത്താവിൻ്റെ സ്നേഹം, ജോസഫ് അർപ്പിച്ച വിശ്വാസം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രത്യേകം ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ശങ്കിക്കേണ്ട. കാരണം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരിക്കുന്നു. ഇവൻ ആനന്ദത്തിൻ്റെ വിഷയമായി മാറി. നിങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളായി മാറുന്ന ദിവസമാണിത്. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ലുത്തുനിയ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് കുടുംബങ്ങളെ പ്രത്യേകം കർത്താവിൻ്റെ കരങ്ങളിൽ, പ്രത്യേകിച്ചും ദമ്പതിമാർ, നിങ്ങളുടെ ജീവിതങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകളെ, മുറിവേറ്റ സ്നേഹത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആണ്ടിൽ മാസത്തിലെ എല്ലാ 19-ാം തീയതിയിലും ദണ്ഡവിമോചനം, പ്രത്യേകിച്ചും അംഗീകരിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയും നാം ലുത്തിനിയായോട് ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നതാണ്. സ്നേഹത്തോടെ കർത്താവിലേക്ക് കൊടുത്ത് കുടുംബങ്ങളെല്ലാം ദിവ്യകാരുണ്യ യേശുവിലേക്ക്, വിശുദ്ധ കുടുംബജീവിതം നയിച്ച യൗസേപ്പിനോടും മറിയത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേപ്പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധയാകും ദൈവമാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധനാകും മാർ യൗസേപ്പേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവമാതാവിൻ വിരക്ത ഭർത്താവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ശുദ്ധമറിയത്തിൻ കാവൽക്കാരാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. തിരുക്കുടുംബത്തിൻ നാഥനാം താതാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഏറ്റം നീതിമാനാം താതാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്യന്തം നിർമ്മലനായൊരു താതാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഏറ്റം വിശ്വസ്തനാം മാർയോസേപ്പേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ക്ഷമയുടെ ദർപ്പണമായ പിതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദാരിദ്ര്യത്തെ പുൽകിയ താതാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. തൊഴിലാളികളുടെ മാതൃകയെ നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കുടുംബങ്ങളുടെ പിതാമഹനേ നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കന്യകമാരുടെ സംരക്ഷകനേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കുടുംബങ്ങളുടെ ശക്തിയാം താതാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. വേദനിക്കുന്നവർ തന്നുടെ താതാ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, പാപങ്ങൾ പൊറുക്കണമേ. ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, പ്രാർത്ഥന കേൾക്കണമേ. ലോകപാപം ഹനിക്കും ദിവ്യമേഷമേ, ഞങ്ങളെ അനുഗ്രഹിക്കൂ. താതനും സുതനും പരിശുദ്ധാത്മനും സ്തുതിയുണ്ടായിടട്ടെ. ഭാഗ്യപ്പെട്ട മാറിയ ഔസേപ്പേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പക്കൽ ഓടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിൻ്റെ ശേഷം അങ്ങേ മധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനോശരണത്തോടെ യാചിക്കുന്നു. ദൈവജനനിയായ അമലോത്ഭവ കനികയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യ സ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിഹ തൻ്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും എളിമയോടെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിൻ്റെ എത്രയും വിവേകമുള്ള കാവൽക്കാരാ, ഈശോ മിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും സ്നേഹമുള്ള പിതാവേ, അബദ്ധത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും കറകളിൽ നിന്നൊക്കെയും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ എത്രയും വല്ലഭനായ പാലക, അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങ് ഒരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുക്കളുടെ കെണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യ സൗഭാഗ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. വ്യാകുലങ്ങളെ പുണ്യമായി മാറ്റി മാതൃകയായി തീർന്നതാ മാർയോസേപ്പേ, ഞങ്ങൾ തന്നോട് വ്യാകുലം പുണ്യമാക്കണേ. വ്യാകുലങ്ങളെ പുണ്യമായി മാറ്റി മാതൃകയായി തീർന്നതാ മാർയോസേപ്പേ, ഞങ്ങൾ തന്നോട്
വ്യാകുലം പുണ്യമാക്കണേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,